നമ്മളെ ചെറുപ്പത്തിലെ പഠിച്ചൊരു പഴഞ്ചൊല്ലുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ. വളരെ സത്യമല്ലേ അത്? PSC മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളുടെയും ഈ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയൊക്കെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം കൂടി നടക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. PSC ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. വളരെയധികം ക്രിയാത്മകമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഒരു മൂവ്മെന്റ് ആയിട്ട് തന്നെ അതിനുള്ള ശക്തമായ ആവശ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയ വഴിയും മറ്റൊക്കെ വ്യാപകമായ ബോധവൽക്കരണമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ്. നല്ല കാര്യമാണ്. എല്ലാവരും ആശംസകളും. ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ഈ കഴിഞ്ഞ 2 വീഡിയോസിലും ചർച്ച ചെയ്തിരുന്നു. അതിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇന്നിപ്പോ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ വളരെ കുറവാണ്. കുട്ടികൾ ചേരാൻ താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും സ്വാശ്രയ കോളേജുകളൊക്കെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ ഇപ്പോൾ കേരളത്തിൽ പഠിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. കാരണം ഇവിടെ പഠിച്ചിട്ടൊരു കാര്യമില്ല. ഡിഗ്രിയും PGയും BEdും MEdും കേട്ടറ്റും സെറ്റും നെറ്റും ഒക്കെ കിട്ടിയാലും ഇതുപോലെയുള്ള അവസ്ഥയാണ്. ഒരു PSC റാങ്ക് ലിസ്റ്റിൽ കയറി കൂടാൻ കഴിയില്ല. അഥവാ കയറി കൂടിയാൽ പോലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലവും മറ്റും റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയാൽ പോലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് നിയമനം കിട്ടാത്ത അവസ്ഥയാണ്. സമയത്തിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ്. ഇതിനൊന്നും ഒരു പരിഹാരമൊന്നും ഉണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇതിനൊക്കെ വലിയ സുന്ദര വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് അധികാരത്തിൽ വരും. പക്ഷെ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അവസ്ഥ ഇത് തന്നെയാണ്. ഈ ചുവപ്പനാട് നിയന്ത്രിക്കാൻ ഇന്നേ വരെ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ മക്കള് ഇവിടെ കേരളത്തിലെ കോളേജ് കലാലയങ്ങളിൽ പഠിക്കാൻ താല്പര്യപ്പെടാതെ വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞാൽ PGക്കൊക്കെ പലരും കാനഡ മുതലായ വിദേശ രാജ്യങ്ങളിലേക്കാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ പോയി പഠിക്കുകയും ചെയ്യാം, എന്തെങ്കിലും ചെറിയ ജോലി എടുത്ത് ജീവിക്കുകയും ചെയ്യാന്നുള്ളതാണ്. വലിയ ജോലിയൊന്നുമല്ല. അവർക്ക് ഹോട്ടലിലെ വെയിറ്റർ, ക്ലീനർ അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ അതിപ്പോ നാട്ടിലല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അതൊരു വിഷയമല്ല. എങ്കിൽ ജീവിച്ചു പോകണമെന്നതാണ്. അപ്പൊ ജീവിക്കാൻ ആണ് നമ്മൾ പഠിക്കുക. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാനാണെങ്കിൽ പോലും അതിന്റെ ഒരു ഉപലക്ഷ്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കവറ്റബിൾ ആയിട്ടുള്ള സ്റ്റാറ്റസിലുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ മക്കള് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ പോലും തയ്യാറാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള നിയമനങ്ങളുടെ അഭാവം, അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ തുടരുന്നവർക്ക് പെൻഷൻ പ്രായം 60 ആക്കിയതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ, അതായത് റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയാൽ പോലും സമയത്തിന് അവർക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം കിട്ടാനുള്ള ഒരു ശ്രമങ്ങൾ പല സർക്കാർ ഉദ്യോഗസ്ഥരും ചെയ്യാത്തതിന്, പല ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നതിന് പ്രശ്നം. ഇതൊക്കെ വലിയ പ്രശ്നം. ഇതൊന്നും ഇവിടെ പരിഹരിക്കപ്പെടില്ല എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പഠിക്കാൻ തന്നെ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ ഒരു ഫാമിലി ലൈഫൊക്കെ എല്ലാവർക്കും സ്വപ്നമാണല്ലോ. യുവതലമുറയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതൊരു ബിസിനസ് ആയിരുന്നാലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം. അതിനുള്ള ഒരു റിട്ടേൺ കിട്ടുന്നില്ല. ഗ്ലോബലൈസേഷന്റെയും വെസ്റ്റേണൈസേഷന്റെയും പ്രൈവറ്റൈസേഷന്റെയും ഭാഗമായിക്കൊണ്ട് നിരന്തരം കൂണ് പോലെ മുളച്ചു പൊങ്ങുന്ന വലിയ ഓൺലൈൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഓൺലൈൻ ഭീമന്മാരുടെ കടന്നുകയറ്റം, ഇങ്ങനെയൊക്കെ കൊണ്ട് ചെറുകിട വ്യാപാരികൾക്കോ അല്ലെങ്കിൽ ചെറുകിട സംരംഭകർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ എന്താണ് ഇവർ ചെയ്യുക? തന്നെ ഇതൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ PSC മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളുടെയും ഈ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെയും പൊതുസമൂഹത്തിന്റെയൊക്കെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം കൂടി നടക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവൂ. നമ്മളെ ചെറുപ്പത്തിലെ പഠിച്ചൊരു പഴഞ്ചൊല്ലുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ. വളരെ സത്യമല്ലേ അത്? സംഘടിത തൊഴിലാളികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ സംഘടനാ ശേഷി കൊണ്ട് അവർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു. അസംഘടിതരായ തൊഴിൽ രഹിതർക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടായ്മ ഉണ്ടാവൽ ആവശ്യമാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ ഒരു തൊഴില്, മിനിമം വേതനം,
എല്ലാം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടിയൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെയാണ് ക്ഷേമരാഷ്ട്രമാകുമ്പോൾ സർക്കാരുകളുടെ ബാധ്യത. അതുപോലെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഔത്സുക്യത്തോടു കൂടി റാങ്ക് ലിസ്റ്റിലൊക്കെ ഭാഗ്യത്തിന് എത്താൻ കഴിഞ്ഞവർ അവര് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ മാക്സിമം ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഓഫീസുകളൊക്കെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ യുവാക്കൾക്ക് ഒരു മോചനം ഉണ്ടാവുള്ളൂ ഈ കാര്യത്തിൽ. അപ്പം ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളുടെ വളരെ ന്യായമായ പ്രശ്നങ്ങൾക്ക് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.